ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ മത്തിക്കറി. അപ്പോൾ ഇതുപോലെ മത്തിക്കറി ചെയ്യാത്തൊരു ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം. മത്തി മാത്രമല്ല, ഏത് കുഞ്ഞു മീനുകളും നിങ്ങൾക്ക് ഇതുപോലെ കറി വെച്ചിട്ട് നോക്കാം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോക്ക് ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ചൂടാറാൻ വെക്കുക. ചൂടാറിയതിൻ്റെ ശേഷം ഇതുപോലെ അരിച്ചെടുത്തിട്ട് കുരുമുളക് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് തിളപ്പിച്ച വെള്ളം നമുക്കവിടെ മാറ്റി വെക്കാം കേട്ടോ. അത് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ 1 കിലോ മീനിക്ക് ഈ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പാകമാണ് കേട്ടോ. അത്ര എടുക്കുക, പാകമാണ്. അപ്പം ഇനി നമുക്ക് ഈ കുരുമുളക് അരച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും പൊടിയായിട്ടുള്ളൂ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ആ വെള്ളം ഉണ്ടല്ലോ മാറ്റി വെച്ച വെള്ളം, അതിൽ നിന്ന് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്, അതുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് വരുന്ന വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ നന്നായി വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുമ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആകെ ഒരു മുളകാണ് ചേർക്കുന്നത്. നമുക്ക് എരിവിന് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്ര ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് വേണ്ടതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ അരച്ച് വെച്ച കുരുമുളകിൻ്റെ അരപ്പുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ കുരുമുളകിൻ്റെ മിക്സും നമ്മുടെ ഉള്ളി തക്കാളി വാട്ടിയതും കൂടെ ഇല്ല, അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ചട്ടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഉണ്ടായിക്കോട്ടെ. സാധാരണ കറിയിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാറ്. പക്ഷെ ഇതിലേക്ക് നമ്മൾ ഒരു 3/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറിയതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, കുരുമുളക് തിളപ്പിച്ച വെള്ളം, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള പുളിയാണ് കേട്ടോ. അപ്പോൾ ഏത് പുളിയാണെങ്കിലും അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുടംപുളി ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ല നമ്മൾ വളംപുളി ആണെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം വെച്ചാൽ അത്ര വെള്ളം ഒഴിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് കുരുമുളക് അരച്ച് ചേർത്ത കാരണം തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് ഉള്ള ഗ്രേവി തന്നെ ആയിട്ട് കിട്ടും കേട്ടോ. നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ കപ്പക്കും ചോർക്കൊക്കെ നല്ല അടിപൊളി മീൻകറി ആകും കേട്ടോ. അപ്പോൾ നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. മീൻകറി നല്ല തിളച്ച് വരുന്ന ടൈമിൽ ഞാനിതാ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കിലോ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കുഞ്ഞ മീൻ ഏത് വേണമെങ്കിലും ഇതുപോലെ വെക്കാം കേട്ടോ. പക്ഷെ മത്തി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരു 10-15 മിനിറ്റ് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് വരെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈം ആകുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഒന്നും കൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റും കൂടെ വറ്റിച്ചെടുത്തതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും വറ്റി വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും നല്ല തിക്കായിട്ട് നല്ലൊരു മണവും നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു മണമാക്കാറോട്ടോ ഈ മീൻ കറിക്ക്. നിങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളുമാണ്, എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാൻ അപ്പോൾ ഇത് ഇത്രയും ഒരു ഗ്രേവിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ ഇതിൽ ഒന്നുകൂടെ തിക്കായിട്ടുണ്ടാവും കേട്ടോ ഈ കറി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ അത് കുറുക്കിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.